ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. കാളയെ കളയരുത്. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. അല്ല വിളിക്കണമല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ്. എന്ന് മുതലാണ് CPMന് ശബരിമലയോട് ഈ പ്രേമം. ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം, ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, GST വകുപ്പിനെതിരായി വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വരിക, വ്യാപകമായി വലിയ അഴിമതി ആരോപണങ്ങൾ വരിക. ഇപ്പോൾ ഒരു കരിയോയിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ ഇടനിലക്കാരെ വെച്ച് പണം മേടിക്കാൻ ഒന്നിലധികം സംഭവങ്ങളാണ് വരുന്നത്. വരാനിരിക്കുന്ന ദിവസം GST വകുപ്പിൽ നടക്കുന്ന ധാരാളം അഴിമതി കഥകളുടെ തുടക്കമാണ്, വരാൻ പോകുന്ന അഴിമതി കഥകളുടെ തുടക്കമാണ് ഈ കാസർഗോഡത്തെ ആ കേസ്, ആ കമ്പനിയുടെ കേസ്. വ്യാപകമായ അഴിമതി ദല്ലാളന്മാരെ വെച്ചുകൊണ്ടാണ് GST ഇൻ്റലിജൻസിൻ്റെ പേര്. CPM അനുഭാവികളായ ആളുകൾ ആണ് മുഴുവൻ തലപ്പത്ത്, പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ മുഴുവൻ ഇരിക്കുന്നത് അവരാണ്. അവർ പണം സമ്പാദിക്കുകയാണ്. GST വെച്ചിട്ട് GST കേരളത്തിൽ പരിതാപകരമായ അവസ്ഥയിലാണ്. GST ഭരണം തന്നെ, ടാക്സ് നികുതി ഭരണം തന്നെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കുക. അവിടെയാണ് സർക്കാരിലേക്ക് കിട്ടേണ്ട പണം ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിച്ച് കോടികളാണ്. ഒരുപാട് കഥകൾ വരാൻ പോവാണ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കരിയോയിൽ കമ്പനി. അവരെനിക്കും മെയിൽ അയച്ചിട്ടുണ്ട്, എനിക്കും പരാതി തന്നിട്ടുണ്ട്. വളരെ വ്യക്തമായ തെളിവുകൾ. അവർ ഇടനിലക്കാരന് പണം കൊടുത്തതും ഇടനിലക്കാരൻ ഈ ഓഫീസർക്ക് ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതുകൊണ്ട്, അപ്പോൾ ഇടനിലക്കാരെ വെച്ചുകൊണ്ടാണ് GSTയിൽ വലിയ അഴിമതി നടക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് GSTയിൽ നടക്കുന്ന അഴിമതി. അല്ല, അവർ ആത്മഹത്യ പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ്. പൊതുയോഗം നടത്തി ആ സ്ത്രീയെ, ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചതുകൊണ്ടാണ് അവർ ആത്മഹത്യ, ജനങ്ങളുടെ മുമ്പിൽ അവരെ അധിക്ഷേപിച്ചതാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത്. ഇതിൻ്റെ പേരിൽ അന്വേഷണം നടത്തണം, മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം, കുടുംബത്തിൻ്റെ മൊഴിയെടുത്ത്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ മീറ്റിങ്ങിലെ റെക്കോർഡുകളുണ്ട്, അത് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമേ ഒരു പൊതുയോഗം നടത്തുക. ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല, CPMകാർക്ക് കാശ് കൊടുക്കാനില്ല. അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് അവർ ലോണൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി ആ ലോണെല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ്. എന്നിട്ടും ഇങ്ങനെ കടമുള്ളവരെയൊക്കെ നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും? കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക. അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ ചെയ്തത്. ഇത് CPM നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ME ഗോവിന്ദൻ്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു. അതിന് മറുപടിയില്ല. CPM നേതാക്കന്മാർക്കൊരു മന്ത്രിക്കുൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ആരോപണം. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച 2-3 ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല. ഗൗരവതരമായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ CPM നേതാക്കൾക്കും, മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു. അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു. റേപ്പ് കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട്? അവരെയൊക്കെ ആദ്യം പുറത്താക്ക്. ആ MLA മാരുടെ, റേപ്പ് കേസിൽ പ്രതിയായ MLA രാജിവെക്കാൻ പറ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് ME ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനുമാണ്. പിന്നെ BJPക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. എല്ലാവരും ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ
മുമ്പിൽ തന്നെ കെട്ടിയിടണം, കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും. വെയിറ്റ് ചെയ്താണ്. പിന്നെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല നോക്കിക്കോ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. അല്ല വെച്ചോ. അല്ലല്ല, അതൊക്കെ ഇലക്ഷനൊക്കെ എത്ര ദിവസം. അല്ല ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്? അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാമോ? അത്രയും ദിവസം ഒന്നും പോകാൻ പാടില്ല. അല്ല നോക്കാം അല്ലേ, നോക്കാം. അല്ല അല്ല വിളിക്കണല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന് മുതലാണ് CPM-ന് ശബരിമലയോട് ഈ പ്രേമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.